ശാലുച്ചി, ഞാൻ വലുതാവുമ്പോ ഇതുപോലെ സ്കൂട്ടർ തന്നെ എടുക്കും. എന്നിട്ട് പോടാ വന്നു. വലുതാവുമ്പോ വാങ്ങാൻ പറ്റിയ ഒരു ഷെഡാക്ക്. എന്റെ ആഗ്രഹങ്ങളൊക്കെ ചതച്ചടച്ച വണ്ടിയായിരുന്നു. ഞാൻ ഇത് എപ്പ തീടുന്ന് എനിക്കെന്നെ അറിയില്ല. എന്തെങ്കിലും ഒരു മോഹം പറയുമ്പോ അപ്പ തുടങ്ങും. മോനെ ശ്യാംകുട്ട, നീ അപ്പുറത്തെ തങ്കമണിയുടെ വീട്ടുമുറ്റത്ത് പോയി നോക്കിയേ. അതുപോലെ ഒരെണ്ണ എന്റെ മോൻ മോഹിക്ക്. എന്നിട്ട് അത് സ്വന്തമാക്കാൻ നീ ഒന്ന് പരിശ്രമിക്കടാ. എനിക്കൊന്നും വേണ്ട. വല്ലവരുടെ മുറ്റത്തെ ബെൻസിനേക്കാളും നമ്മുടെ മുറ്റത്തെ ലാംബിയല്ലേ നല്ലത്. അയ്യടാ, ഒരു തത്വചിന്തകൻ. മര്യാദക്ക് പഠിച്ച് MBBS എടുത്തണം. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ എന്തിനാ എപ്പോഴും അവനോട് MBBS എടുക്കെന്ന് പറയുന്നത്? അതെ, ഇവന്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഒരു ഉണക്ക ഹോമിയോ ഡോക്ടറിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പടാ, ഇവിടെ ഉള്ള ഹോമിയോ ഡോക്ടറിനെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുക. പാലെടുത്ത് കുടിച്ചിട്ട് രണ്ടാളും പോയി കിടന്ന്. അമ്മ പാല് കുടിക്കുന്നില്ലേ? മിൽമ പാലിന്റെ വില കൂടിയെന്ന് അറിഞ്ഞപ്പോഴേ തന്ത്രത്തിൽ നിങ്ങളുടെ അച്ഛൻ അത് കട്ട് ചെയ്ത് മക്കളെ. എന്റെ വീതി. പിള്ളേര് ചോദിക്കാം അമ്മ പാല് കുടിക്കുന്നില്ലേന്ന്. നമ്മളാ സാധനം കണ്ടിട്ട് മാസം 2 ആയി. സുബ്ബലക്ഷ്മി, എന്റെ അമ്മ പാലുകൂടി നിർത്തിച്ചപ്പോ നിന്നതാ എന്റെ പാലുകൂടി. അത്രയൊന്നുമില്ലല്ലോ. അല്ലേലും ഞാൻ എന്തേലും പറയുമ്പോ ഭാർഗവേട്ടനെ കളിയാക്കിയാ മതിയല്ലോ. അല്ലാതെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ?